നടുവിൽ നിന്ന് കാലിലേക്ക് ഇറങ്ങുന്ന വേദന, സയാറ്റിക് പെയിൻ. ഇത് ബെഡ് റെസ്റ്റ് എടുത്താൽ മാറുമോ? സയാറ്റിക് പെയിനായിട്ട് ബുദ്ധിമുട്ടുന്ന പലരുടെയും സംശയമാണിത്. ബാക്ക് പെയിൻ അല്ലെങ്കിൽ സയാറ്റിക്കിൽ പറയുന്ന ട്രീറ്റ്മെന്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ 4 തൊട്ട് 6 ആഴ്ച വരെയുള്ള കൺസർവേറ്റീവ് മാനേജ്മെന്റ് ആണ്. കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളിലേക്ക് ഇൻഫ്ലമേഷൻ കുറയാനുള്ള മരുന്ന് കഴിക്കുമ്പോൾ അതിനോടൊപ്പം അത്യാവശ്യം റെസ്റ്റ് എടുക്കുകയും ജിയോതെറാപ്പി, മാനുവൽ ട്രാക്ഷൻ പോലത്തെ പല ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ആ മസിൽ റിലീസ് ചെയ്ത് ആ പെയിൻ കുറച്ചു കൊണ്ടുവരാ എന്നുള്ളതാണ്. ആയുർവേദ മർമ്മ ചികിത്സയിൽ ഇതിന് നിരവധി നല്ല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് തുടക്കത്തിൽ ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ട് കിഴികൾ ഉപയോഗിക്കാം, പൊടിക്കിഴി ഉപയോഗിക്കാം. അതിനുശേഷം ഇൻഫ്ലമേഷൻ കുറഞ്ഞതിന് ശേഷം ഇരക്കിഴിയിലേക്ക് കിടക്കാം. അതുപോലെ തൈലങ്ങൾ ഉപയോഗിക്കാം. ഇൻഫ്ലമേഷൻ കുറഞ്ഞ ആ ജോയിന്റിന് സ്ട്രെങ്ത് കൊടുക്കാൻ നമ്മൾ കടിബസ്തി പോലത്തെ ട്രീറ്റ്മെന്റ്, അതായത് ഒരു സ്ഥലത്ത് എണ്ണ കെട്ടി നിർത്തുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. വേദന കുറയാനുള്ള എണ്ണകൾ ഉപയോഗിക്കാം. ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കാം. ബാക്ക് പെയിനും സയാറ്റിക്കും ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. കാരണം റിസർച്ച് പറയുന്നത് ഓരോ വ്യക്തിക്കും ബാക്ക് പെയിൻ ഉണ്ടാവുന്ന കാരണങ്ങൾ പലതരമാണ്. അതുകൊണ്ട് ഒരു ഒറ്റയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമല്ല. ബാക്ക് പെയിന് 7 ദിവസം ട്രാക്ഷൻ ഇട്ട് കിടക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ഇട്ട് കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡീകംപ്രഷൻ ടെക്നോളജി കൊണ്ട് മാത്രം മാറ്റാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒറ്റ ദിവസത്തെ സർജറി കൊണ്ട് മാറ്റാൻ സാധിക്കുക. ഇത്തരം പരസ്യങ്ങളെല്ലാം വീഴാതിരിക്കുന്നതാണ് നല്ലത്. സയാറ്റിക് പെയിൻ ഉള്ളവർ ഒരിക്കലും പാനിക് ആവേണ്ട കാര്യമില്ല. കൃത്യമായ രോഗനിർണയം, പടിപടിയായിട്ടുള്ള കൺസർവേറ്റീവ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റീവ് തെറാപ്പി, ഇത് നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കണ്ടീഷൻ എല്ലാം തന്നെ റിവേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കും. സയാറ്റിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്ക് പെയിനെ കുറിച്ചോ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യൂ. നമ്മൾ ഇത് എന്തായാലും കവർ ചെയ്യുന്നുണ്ടാവും. അടുത്ത വീഡിയോയിൽ ബാക്ക് പെയിന് സർജറി ചെയ്യണോ അതോ സർജറി എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. അതുപോലെ ബാക്ക് പെയിൻ ആയി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ.